ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ചെയ്യുമോ, ഒരാഴ്ച എന്തൊക്കെയാണ് സ്കിന്നിൽ ചെയ്യുന്നത് അത് അതേപോലെ തന്നെ ഷെയർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ സ്കിൻ കെയർ റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ഹെയർ കെയർ റുട്ടീൻ ഞാൻ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യും, പക്ഷേ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എങ്കിലും നിങ്ങളിതൊരു റുട്ടീനായിട്ട് കാണരുത്. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ സ്കിന്നിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ഒരുപാട് പാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 2 പാക്കും ലിപ് കെയറും ഇത് മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ സ്കിന്നിൽ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കാറുള്ളത്. ഈ ഒരു 2 പാക്കാണ് എൻ്റെ സ്കിന്നിൽ കൂടുതലായിട്ടും എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പാക്ക് ഞാനൊരു 3 പാക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫേസിൽ ഇടാനുള്ള 2 പാക്കും പിന്നെ നമുക്ക് ലിപ്പിലിടാൻ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പാക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട്, നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു റുട്ടീനായിട്ട് തന്നെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സിന്റെ പ്രശ്നമുണ്ട്, കരിവാളിപ്പ്, പിന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഫെയ്ഡാക്കി എടുക്കാനും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന പാക്കാണ്. എനിക്ക് എന്തായാലും 100% ഉറപ്പുണ്ട് കേട്ടോ, കാരണം ഞാൻ കുറേ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ള പാക്കുകളാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. പിന്നെ ഞാനിങ്ങനെ സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്ന സമയത്ത് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ, അജീൻ്റെ സ്കിൻ എത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്, അപ്പോൾ ഇതുപോലത്തെ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിൻ അത്രയ്ക്ക് ക്ലീൻ ആൻഡ് ക്ലിയർ ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം പിമ്പിൾസും കറുത്ത പാടുകളൊക്കെ ഉള്ള സ്കിൻ തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ ക്യാമറയിലൂടെ കാണുമ്പോൾ അങ്ങനെ തോന്നിയായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, എനിക്ക് ഫേസിലൊക്കെ അത്യാവശ്യം നല്ല പിമ്പിൾസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ പിമ്പിൾസ് നന്നായിട്ട് വരും കേട്ടോ. അത് പിമ്പിൾസ് പോയി കഴിയുമ്പോൾ കറുത്ത പാടായിട്ട് അതങ്ങനെ നിൽക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ് പാക്കുകൾ, അത് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ ആദ്യം തന്നെ ചെയ്യുന്നത് സ്ക്രബാണ് കേട്ടോ. സ്ക്രബ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് സ്ക്രബ് ആയിരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് കേട്ടോ, കോഫി സ്ക്രബ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളത് നമ്മുടെ കോഫി സ്ക്രബ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്കിൻ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു പാക്കായിട്ടാണ് കേട്ടോ സ്ക്രബ് ചെയ്യുക. കാരണം നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് വേറൊരു പാക്ക് ഉപയോഗിക്കാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ. സ്ക്രബ് ഒരു പാക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്രബിൻ്റെ ഗുണവും കിട്ടും, പാക്കിൻ്റെ ഗുണവും കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് സ്ക്രബ് ഒരു പാക്കായിട്ട് തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്ക്രബിന് ആദ്യം തന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ഫേസിലേക്കല്ലേ, അപ്പോൾ അധികം ഒന്നും ആവശ്യമില്ല. 1 സ്പൂൺ അളവിൽ എടുത്താൽ മതി. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മസാലക്കൂട്ടൊന്നും ഇല്ലാത്ത കാപ്പിപ്പൊടി വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാപ്പിപ്പൊടിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. സ്ക്രബിന് നന്നായിട്ട് സഹായിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നിങ്ങളിപ്പോൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെയാണ് ലേശം ഒന്ന് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ തേനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് തേന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ സ്ക്രബ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് എടുക്കുന്നത്. തൈരാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ തൈര് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജി അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്ക്രബ് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. കോഫി മാസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കോഫി സ്ക്രബ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിത് ഫേസിൽ മാത്രമല്ല നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ ചെയ്യണേ അങ്ങനെ ചെയ്യാം. ഞാൻ ചില ദിവസങ്ങളിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. സമയമൊക്കെ കിട്ടുന്ന സമയമാണെങ്കിൽ നിങ്ങൾ കാലിലും കയ്യിലൊക്കെ തേച്ച് കൊടുക്കുക. നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രബാണ്. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര സമയം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ആ ഒരു പാക്ക് ഡ്രൈ ആവുന്ന ഒരു സമയം നമുക്കറിയാലോ. ഒരുപാട് നേരം ഡ്രൈ ആവാൻ വേണ്ടി വെക്കരുത്. നിങ്ങളൊരു 15 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് അത് അത്യാവശ്യം ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് സ്ക്രബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പിന്നെ കഴുകാൻ വേണ്ടി, സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് നമ്മുടെ ഫേസിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സോഫ്റ്റ് ആയ രീതിയിൽ തന്നെ മസാജ് ചെയ്യാട്ടോ. നമ്മുടെ സ്കിന്നിലൊന്നും കൊണ്ട് കയറാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്
അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകാം. കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കാം. അതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ നാച്ചുറൽ മെത്തേഡ്, ഇപ്പൊ പയറുപൊടി, ഓട്സിന്റെ പൗഡർ, പിന്നെ നമ്മൾ കടലപ്പൊടി അതൊക്കെ ഉപയോഗിച്ച് കഴുകില്ലേ, അങ്ങനെയൊക്കെ കഴുകാൻ പറ്റുന്നവർ അങ്ങനെ കഴുകുക. ഇനി ഫേസ് വാഷ് ഇട്ട് കഴുകുന്നവരാണെങ്കിൽ അങ്ങനെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മൾ തൈരൊക്കെ ചേർത്ത് കാരണം ചെറിയൊരു ഓയിലി ഫീൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും പാക്ക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നിങ്ങൾ മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ അലവേറയോ അങ്ങനെ എന്തെങ്കിലും തേക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫേസിലേക്ക് കുറച്ച് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ക്രബ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങളിപ്പോൾ കുറേ ദിവസമായിട്ട് സ്കിന്നിൽ ഒന്നും ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സ്ക്രബ് ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ പാക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിൽ ആ ഒറ്റ യൂസിൽ വരുന്ന വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ കോഫി പൗഡർ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പുറത്ത് പോകുന്നവരൊക്കെയാണ്, അപ്പോൾ വൈകുന്നേരം ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെയാണ്, നിങ്ങൾക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒറ്റ യൂസിൽ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിത് 2 ദിവസം കൂടുമ്പോഴാണ് ചെയ്ത് കൊടുക്കുക. 2 ദിവസം എന്ന് പറയുമ്പോൾ കറക്റ്റ് 2 ദിവസമല്ല, ചിലപ്പോൾ 3 ദിവസമൊക്കെ ആവും. എങ്കിലും എൻ്റെ സ്കിന്നൊന്ന് ഡള്ളായിട്ട് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ക്രബ്, ഒരു പാക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കാലം എനിക്ക് തോന്നുന്നു ഈ സ്ക്രബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ ചെയ്തു തുടങ്ങുന്ന ഒരു പാക്കാണ് കേട്ടോ. മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ്. നിങ്ങളുടെ സ്കിന്നിന് മഞ്ഞൾ സ്യൂട്ട് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നുമില്ല, 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തൈരും മഞ്ഞളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫ്രഷ് മഞ്ഞൾ കല്ലിൽ ഉരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് പാത്രത്തിൽ കുറച്ച് തൈര് എടുക്കും. ആ തൈരിൽ മുക്കിയിട്ട് തന്നെ ഞാൻ കല്ലിട്ട് ഉരച്ചെടുക്കും കേട്ടോ. ഉരച്ചിട്ട് ആ പേസ്റ്റ് ആ പിന്നെ തൈരുമായിട്ട് ഞാൻ യോജിപ്പിച്ചെടുക്കും. ഞാൻ ഏകദേശം 1 സ്പൂൺ അളവിലാണ് ഇവിടെ തൈര് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞളുടെ ഉരച്ചെടുക്കുമ്പോൾ ഇത്ര അളവ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ മഞ്ഞളുടെ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾ എടുക്കുക. അത്രയൊക്കെ മതിയാവുമല്ലോ നമ്മുടെ ഫേസിലേക്ക്. അതിനകത്തേക്ക് അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തൈര് എടുക്കുക. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് കേട്ടോ നമ്മൾ അടുത്തായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ബാക്കി ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെക്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നെക്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞൊരു അളവുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഫേസിലേക്ക് കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മഞ്ഞൾ കുറച്ച് കൂട്ടുക, അതിനനുസരിച്ച് തന്നെ തൈരും കൂട്ടുക കേട്ടോ. മഞ്ഞളായതുകൊണ്ട് മഞ്ഞൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫേസിലേക്ക് അങ്ങനെ തേക്കുന്നത് നല്ലതല്ല. മഞ്ഞളുടെ കൂട്ടത്തിൽ പാല് അല്ലെങ്കിൽ തൈര് നമ്മൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിലവർ ചോദിക്കും മഞ്ഞളിൽ നമ്മൾ റോസ് വാട്ടർ ഒക്കെ ചേർത്തിട്ട് തേച്ചുകൂടെയെന്ന്. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അങ്ങനെ എരിച്ചിൽ പുകച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ പിന്നെ തൈര് അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസിലും നെക്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ പാക്ക് നമ്മുടെ ഫേസിൽ ഉണങ്ങി കഴിയുമ്പോൾ ഈ പാക്കും നമ്മളൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. സോഫ്റ്റ് ആയ രീതിയിൽ ഒന്ന് നനച്ചിട്ട്, ഒന്നില്ലെങ്കിൽ തൈര് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാലാണ് മിക്സ് ചെയ്യാൻ എടുത്തെങ്കിൽ പാലും തൈരും വേണം നിർബന്ധമല്ല, വെള്ളമായാലും കുഴപ്പമില്ല. അതൊന്ന് ഫേസിലേക്ക് ആക്കിയിട്ട് പാക്ക് ഒന്ന് കുതിർത്തെടുത്തിട്ട് നന്നായിട്ട് പാക്ക് മസാജ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ തൈര് അല്ലെങ്കിൽ പാല് ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ അങ്ങനെ ആ ഒരു മഞ്ഞളുടെ സ്റ്റെയിൻ വരാൻ ചാൻസ് ഇല്ല. കാരണം ഓയിലി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സ്റ്റെയിൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാം, അല്ലെങ്കിൽ നാച്ചുറൽ ഫേസ് വാഷ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് ഉപയോഗിക്കരുത് എന്നാണ് പറയുക. പക്ഷെ നമുക്ക് മഞ്ഞളും ഇങ്ങനെ ഓയിലി ഫീലൊക്കെ കളയണമെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് നാച്ചുറൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഈ പാക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ മാറ്റാൻ കൂടുതലായിട്ടും സഹായിച്ചിട്ടുള്ളത് ഈ ഒരു പാക്കാണ്. എന്ന് വെച്ചിട്ട് ഒറ്റ യൂസിൽ പിന്നെ പാടുകളൊക്കെ അങ്ങ് ഫെയ്ഡായി പോകും അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ കറുത്ത പാടുകളൊക്കെ ഇങ്ങനെ ഫെയ്ഡായിട്ട് പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നത് നമ്മളിങ്ങനെ
ചുണ്ടിന്റെ ചുറ്റും ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് വരുന്നുണ്ട്, മൂക്കിന്റെ സൈഡിൽ വരുന്നുണ്ട്, അങ്ങനെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പാക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. മഞ്ഞൾ സ്യൂട്ട് ആവുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ആഴ്ചയിൽ 2 തവണ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിൽ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്ക്രബ് നമ്മൾ ആദ്യം പറഞ്ഞ കോഫി സ്ക്രബ് ഉണ്ടല്ലോ, ആ സ്ക്രബ് ഒരു ദിവസം ചെയ്യുക, എന്നിട്ട് ഒരു 2 ദിവസം ഗ്യാപ്പ് കൊടുക്കുക, അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം 2 ദിവസം കഴിയുമ്പോൾ അടുത്ത സ്ക്രബ് പാക്ക് ചെയ്യുക. അങ്ങനെ ഒരു റുട്ടീൻ ബേസിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഏകദേശം ഞാൻ കറക്റ്റ് ദിവസം നോക്കിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഞാൻ ഇത് ഫോളോ ചെയ്ത് പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയ്ക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന വ്യത്യാസം എന്തായാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ലിപ് കെയർ ആണ് കേട്ടോ. ലിപ് കെയർ എനിക്ക് അത്യാവശ്യമാണ്, കാരണം എൻ്റെ ലിപ്പ് അത്യാവശ്യം നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ് കേട്ടോ. സ്ഥിരമായിട്ട് ലിപ് ബാം സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ചുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഈ നമ്മുടെ കുഞ്ഞ് പാക്കാണ്, പക്ഷേ നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കാണ്. ആ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു നുള്ളു മഞ്ഞളാണ് കേട്ടോ. ചുണ്ടിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല. ഒരു നുള്ളു മഞ്ഞൾ എടുക്കുക, പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ പിന്നെ തേനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തേൻ 1/2 സ്പൂൺ എന്നല്ല, നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് പാക്കാണല്ലോ, അപ്പോൾ ഒരു കുഞ്ഞ് പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തേൻ നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായി പോകരുത്, കാരണം നമ്മുടെ ലിപ്പിൽ അത് ഇരിക്കണമല്ലോ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നിങ്ങൾ പാക്ക് തയ്യാറാക്കി എടുക്കുക. അതിനകത്തേക്ക് നമുക്കൊരു 3 ഡ്രോപ്പ് അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. നാരങ്ങ നീര് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീര് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റിയെടുക്കാൻ ഇത് കൂടുതലായിട്ട് സഹായിക്കുക. അപ്പോൾ ഒരു 3 ഡ്രോപ്പ് അളവിൽ നിങ്ങൾ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചുണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. ലിപ്സ്റ്റിക്കും ലിപ് ബാം ഒന്നും ഇല്ലാതെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് ഈ ഒരു പാക്ക് നമ്മൾ ചുണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഒരു തിക്ക് ഫോമിൽ തന്നെ നിങ്ങൾ ചുണ്ടിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് തുടച്ചെടുത്തിട്ട് കഴുകാം കേട്ടോ. തുടച്ചെടുക്കണമെന്നില്ല, നിങ്ങൾക്ക് കഴുകണമെങ്കിൽ കഴുകിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒറ്റ യൂസിൽ നമ്മുടെ ചുണ്ട് പിഗ്മെന്റേഷൻ മൊത്തം പോകുന്നല്ല, ഒരു 2-3 യൂസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചുണ്ടിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചുണ്ടിൽ നിങ്ങളിത് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ ലിപ് ബാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലിപ് ബാം കുറച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. ലിപ് ബാം ഒക്കെ നിങ്ങൾ നോക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ചുണ്ടൊക്കെ ഒരുപാട് എന്താ പറയുക പിഗ്മെന്റഡ് ആവാത്ത ലിപ് ബാം ഒക്കെ അറിയുമെങ്കിൽ അങ്ങനത്തെ ലിപ് ബാം ഉപയോഗിക്കുക. നമ്മുടെ നാച്ചുറൽ ലിപ് ബാം ഒക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നെയ്യൊക്കെ, വീട്ടിലുള്ള നെയ്യൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ചുണ്ടിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു രാത്രി സമയങ്ങളിലൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ചായിട്ട് ലിപ് ബാം ഒക്കെ കുറച്ച് ഉപയോഗിച്ചിട്ട് രാത്രി സമയങ്ങളിൽ നെയ്യൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലിപ്പിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ, സ്ക്രബ് ചെയ്യുന്ന ദിവസം ആ സ്ക്രബ് നമ്മുടെ ലിപ്പിലും കൂടി തേച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ പിന്നെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കില്ല, ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇളകി നിൽക്കും. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ലിപ്പും കൂടി സ്ക്രബ് ചെയ്യുക. എന്നിട്ട് പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പിന്നെ മഞ്ഞളുടെ പാക്ക് നമ്മൾ ഫേസിൽ ചെയ്യുന്നില്ലേ, അന്നത്തെ ദിവസം നിങ്ങൾ ലിപ്പിൽ ഈ പാക്കും കൂടി ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ആവുമല്ലോ. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ലിപ് കെയറും ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിത് രണ്ടും ഒന്നിച്ചാണ് ചെയ്യുക. സ്ക്രബ് ചെയ്യുന്ന ദിവസം ഫേസ് സ്ക്രബ് ചെയ്യും, ലിപ്പ് സ്ക്രബ് ചെയ്യും. പാക്ക് ഇടുന്ന ദിവസം ഫേസിലും പാക്ക് ഇടും, ലിപ്പിലും പാക്ക് ഇടും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ സ്കിന്നിൽ ചെയ്ത് കൊടുക്കാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു റുട്ടീൻ ബേസിൽ ചെയ്യാം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓർഡറൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പാക്കുകൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവുമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പാക്കുകൾ എല്ലാ ദിവസവും ഇങ്ങനെ ഫേസിലേക്ക് വാരി വലിച്ച് തേക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു 2 ദിവസമൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിലർ ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നുള്ളത്. അങ്ങനെ നല്ലതൊന്നും അല്ല. ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കലുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്നപാടെ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുഖം കഴുകാറുള്ളത്. പിന്നെ ഒരു ദിവസം ഞാൻ ഒരു 3-4 തവണ അങ്ങനെയൊന്നും ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കാറില്ല കേട്ടോ. ഫേസ് വാഷ് ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മുടെ നാച്ചുറൽ മെത്തേഡിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷിൻ്റെ പൗഡർ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ചേർത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ചെറുപയർ പൊടി, കടലപ്പൊടി, പിന്നെ ഓട്സ് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് കടലപ്പൊടി സ്കിപ്പ് ചെയ്യട്ടെ. കടലപ്പൊടി അത്യാവശ്യം സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ചെറുപയർ പൗഡറും പിന്നെ ഓട്സ് പൗഡർ ഇല്ലേ, ഓട്സ് പൗഡർ നിർബന്ധമില്ല, ചെറുപയർ പൊടി മാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഓട്സ് പൗഡറും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നിങ്ങളൊരു ഫേസ് വാഷിൻ്റെ പൗഡർ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഫേസ് വാഷ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഫേസിൽ ചെയ്ത് കൊടുക്കാറുള്ളത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് കേട്ടോ. പിന്നെ ലിപ്പിൻ്റെ പാക്ക് ഞാൻ കാണിച്ചു തരുന്നല്ലോ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ്. പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളൊരു റുട്ടീൻ കാണിച്ചു തരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്കിന്നിൻ്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.